إن الحمد لله المتفرد بالمقام الأسمى سبحانه وسع كل شيء علما، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا رسول الله صلى الله عليه وسلم وبارك عليه وعلى آله وصحبه أجمعين وعلى من اتبع الهدى إلى يوم الدين. أما بعد، فأوصيكم عباد الله بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. واتقوا الله ويعلمكم الله والله بكل شيء عليم. മാന്യ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനുമായ സർവശക്തനായ ഏകനായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ കുറവുകളും പിഴവുകളും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ജുമാഅയുടെ പുണ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം തൽക്കാലം ഒരു ധാരണയുടെ, ഒരു ഏകദേശ ബോധത്തിൻ്റെയോ തീരുമാനത്തിൻ്റെയോ മതമല്ല. കൃത്യമായ പൂർണ്ണമായ വസ്തുനിഷ്ഠമായ അറിവിൻ്റെയും നിലപാടിൻ്റെയും ജീവിത സന്ദേശമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അത് എന്തുമാത്രം പ്രാധാന്യത്തോടെയാണ് വിജ്ഞാനത്തിന് ജീവിതത്തിൽ, സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ സ്ഥാനം നൽകിയിട്ടുള്ളത്. വേനൽക്കാല അവധി കഴിഞ്ഞ് വിദ്യാലയങ്ങളൊക്കെ വീണ്ടും തുറക്കുകയാണ്. പല സ്ഥാപനങ്ങളിലും പുതിയ അക്കാഡമിക് ഇയർ ആരംഭിക്കുകയാണ്. എല്ലാം കൊണ്ടും ഒരു പുതിയ തുടക്കത്തിൻ്റെ അവസരം. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ കാര്യങ്ങളും അവൻ്റെ നാമത്തിൽ, അവൻ്റെ അനുഗ്രഹം തേടിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ നിർദ്ദേശിക്കുന്നു, പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് കൂടിയാവട്ടെ പുതിയ തുടക്കം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ഉമ്മയായ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെ സ്വകാര്യങ്ങളും രഹസ്യങ്ങളും പോലും അറിയുന്ന, എല്ലാം പകർത്തിയെടുത്ത അവർ പറയാണ്, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ഇദാ സല്ല സുബ്ഹ് ഹീന യുസല്ലിം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബല. ധാരാളം നിവേദനങ്ങളിലൂടെ ഈ വചനം പ്രസിദ്ധമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ദിവസത്തിൻ്റെയും പുലരിയിൽ ആദ്യത്തെ പ്രാർത്ഥന, പടച്ചവനെ, ഞാൻ നിന്നോട് ഇൽമുൻ നാഫിഅ, പ്രയോജനമുള്ള ഇൽമിനെ നിന്നോട് ഞാൻ തേടുന്നു. അതുപോലെ തന്നെ റിസ്ഖുൻ തയ്യിബ്, നല്ലതായ, കുറ്റമില്ലാത്ത, ദോഷമില്ലാത്ത, വിലക്കുകളില്ലാത്ത, അനുവാദവും അതുപോലെ തന്നെ ഉപകാരവുമുള്ള അന്നം നിന്നോട് ഞാൻ തേടുന്നു. അമലൻ മുതഖബ്ബല, എൻ്റെ എല്ലാ കാര്യങ്ങളും, വാക്കും പ്രവൃത്തിയും, ആലോചനകൾ, തീരുമാനങ്ങൾ, ചിന്തകൾ, നിയ്യത്തുകൾ പോലും എല്ലാം നല്ല കർമ്മങ്ങളായി നീ സ്വീകരിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും ആരംഭിക്കുന്നത്. ഇൽമിനെ തേടിയിട്ട്, അറിവിൻ്റെ മുന്നിൽ വിനയത്തോടെ, താഴ്മയോടെ, അച്ചടക്കത്തോടെ വിദ്യാർത്ഥിയായി ഇരുന്നു കൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടുന്നുണ്ട്. അറിവിൻ്റെ പ്രാധാന്യം, അത് അന്വേഷിക്കേണ്ടതിൻ്റെ നിർബന്ധം, സംശയങ്ങൾ തീർത്ത് പരിഹാരങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോവേണ്ടതിൻ്റെ, മനസ്സിൽ ഉറച്ച ബോധ്യമുണ്ടാവേണ്ടതിൻ്റെ എല്ലാം ആവശ്യകത നമുക്ക് പറഞ്ഞു തരുന്ന വചനങ്ങളാണ്. റബ്ബി അരിനി കൈഫ തുഹിയിൽ മൗത്ത. ഖലീലുള്ള എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചക പ്രഭുവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ, എങ്ങനെയാണ് മരിച്ചവരെ നീ ജീവിപ്പിക്കുക? എനിക്കൊന്ന് കാണിച്ചു തരണമേ. തമാശ തോന്നുന്നുണ്ടോ കാര്യം? അള്ളാഹു പ്രവാചകരായി നിശ്ചയിച്ച അവർ
അള്ളാഹു ചോദിക്കുകയാണ്, ഇബ്രാഹിം അവലം തൂമിൻ, നീ ഇനിയും എന്നിൽ വിശ്വസിച്ചിട്ടില്ലേ? എനിക്കതിനെല്ലാം കഴിയുമെന്ന് നിനക്ക് ഈമാനില്ലേ? ഖാല ബല വലാകിൻ ലിയത്മഇന്ന ഖൽബി, തീർച്ചയായും റബ്ബേ, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും ആഴത്തിലും. പക്ഷേ ജനങ്ങളോടിത് പറയാൻ നിയുക്തനാണല്ലോ ഞാൻ, പ്രവാചകനാണ്, ജനങ്ങളുടെ ഗുരുനാഥനാണ്, നിന്റെ സന്ദേശം പഠിപ്പിച്ചു കൊടുക്കുന്ന. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം എനിക്കുണ്ടാവാൻ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കാൻ? അള്ളാഹു വിലക്കിയില്ല, ശാസനകൾ കൊണ്ട് അടക്കി നിർത്തിയില്ല. ആ പ്രവാചകനെ, അവസാനത്തെ പ്രവാചകരായ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരോട് പോലും മാതൃകയാവേണ്ടത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചര്യയാണ് എന്ന് പഠിപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ ആ ചോദ്യത്തിൽ വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ അല്ല ചെയ്തത്. അന്വേഷണത്തെ ആദരപൂർവ്വം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയുമാണ്. അത് വിവരിക്കാൻ പറ്റിയൊരു സമയമല്ല. അറിവ്, അങ്ങനെയുള്ള അറിവിനു വേണ്ടി അള്ളാഹുവിനോട് തേടുകയും പിന്നെയും പിന്നെയും അന്വേഷിക്കുകയും, അത് ഈമാനിൻ്റെ കാര്യമാണ്, പരലോകത്തെ കാര്യമാണ്, മാത്രം മതി എന്ന് മതിയാക്കാതെ കൂടുതൽ പഠിച്ചെടുക്കാൻ, ബോധ്യപ്പെടാൻ, വലാകിൻ ലിയത്മഇന്ന ഖൽബി, എൻ്റെ മനസ്സിൽ ദൃഢമായ ബോധ്യമുണ്ടാവാൻ, അങ്ങനെ സങ്കോചങ്ങൾ ഏതുമില്ലാതെ ഉറച്ച മനസ്ഥിതിയോടുകൂടി നിലപാടോടുകൂടി കാര്യങ്ങൾ പറയാനും ചെയ്യാനും പ്രചരിപ്പിക്കാനും ജീവിതത്തിൽ മാതൃക കാണിക്കാനും സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് പ്രഭുവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ചോദ്യം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുണ്ട്, നമുക്കറിയാലോ. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും, ശേഷം വരുന്ന എൻ്റെ ജനതയിൽ അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നീ നിയോഗിക്കണമേ. എന്തിനാ? യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം, വചനങ്ങൾ ഓതിക്കേൽപ്പിക്കുകയും തത്വങ്ങളും അറിവുകളും പഠിപ്പിച്ചു കൊടുക്കുകയും നിന്റെ ഗ്രന്ഥം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ, ഗുരുനാഥനായ, എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന, തിരുത്തി കൊടുക്കുന്ന, സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകനെ നീ നിയോഗിക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ പൊരുളാണ് അവസാനത്തെ പ്രവാചകരായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ആ പ്രവാചകരിലാണ് ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയത് അവിടെയാണ്. ചുരുക്കം, അറിവും തിരിച്ചറിവും കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യവും അത് ഏറ്റവും പ്രധാനമാണ്. മറ്റെന്തിനേക്കാളും മറ്റാരെയേക്കാളും ഇസ്ലാം അതിന് അത്ര വലിയ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാമല്ലോ ചരിത്ര പ്രസിദ്ധമായ മഹാസംഭവമായിരുന്നു ബദർ യുദ്ധം. ജീവനും കൊണ്ട് പൊറുതിമുട്ടിയിട്ട് ഒളിച്ചോടിപ്പോയ പ്രവാചകരും ആളുകളും സഹാബികളും റളിയല്ലാഹു അൻഹും മക്കയിൽ നിന്നും അവർ ഒന്ന് നടുനിവർത്താൻ, ലേശമൊന്ന് ആശ്വസിക്കാൻ, സ്വാതന്ത്ര്യത്തോടുകൂടി ദീൻ പ്രചരിപ്പിക്കാൻ, തൗഹീദ് പ്രചരിപ്പിക്കാൻ, അതറിഞ്ഞപ്പോൾ അതിനനുവദിക്കാതെ ഏറ്റുമുട്ടാൻ വേണ്ടി, കൊന്നൊടുക്കാൻ വേണ്ടി വന്നു ശത്രു സൈന്യം. ആ ഏറ്റുമുട്ടലായിരുന്നു ബദർ യുദ്ധം. ബദർ യുദ്ധത്തിൽ അത്ഭുതകരമായ മഹാവിജയമുണ്ടായി മുസ്ലിങ്ങൾക്ക്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ഒരുപാട് ആളുകളെ ബന്ദികളായി പിടിച്ചു ബദർ യുദ്ധത്തിൽ ശത്രുക്കളെ. മോചനദ്രവ്യമായി എന്തു വേണമെങ്കിലും കൊടുക്കാൻ, ഈ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഖുറൈശികൾ ഒന്നടങ്കം, മുശ്രിക്കുകൾ മുഴുവൻ തയ്യാറാണ്. എന്നിട്ടും പട്ടിണി കിടക്കുന്ന, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പ്രവാചകർ തൻ്റെ അനുയായികൾക്ക് വേണ്ടി ഒന്നും വിഭവങ്ങൾ അന്വേഷിക്കാതെ, പകരം ചോദിക്കാതെ, നിങ്ങളെ കൂട്ടത്തിൽ അക്ഷരവിദ്യ അറിയുന്നവരുണ്ടോ എങ്കിൽ എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കൂ, നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു വിടാം. ഇതാണ് ഇസ്ലാമിൻ്റെ അറിവിൻ്റെ മുന്നിലുള്ള, വിജ്ഞാനത്തിൻ്റെ മുന്നിലുള്ള മഹാമാതൃക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എന്നോ അവസാനിച്ചു പോയ ഒരു ചരിത്രത്തിൻ്റെ കഥയല്ല. എന്നൊന്ന് നിലനിൽക്കേണ്ടുന്ന, മുസ്ലിം ഉമ്മത്തിനെ നിലനിർത്തുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യേണ്ടുന്ന അതിൻ്റെ ചാലക ശക്തിയാണ്, ഉൾക്കരുത്താണ് വിജ്ഞാനം എന്നത്, അറിവ്. അതിനുവേണ്ടി സ്ഥാപനങ്ങൾ തുറക്കുന്നു, നമ്മൾ ഫീസ് അടക്കുന്നു, അതങ്ങനെ നടന്നുകൊള്ളും, കുട്ടികൾ പോയി വരും, ക്ലാസ്സിൽ കയറ്റം കിട്ടും, അങ്ങനെ വിചാരിച്ചാൽ പോരാ. രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്, ഗുരുനാഥന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരും ഈ വിഷയത്തിൽ അവരുടെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ കാര്യങ്ങൾ നിർവഹിച്ചെങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച ഫലത്തിൽ വലാകിൻ ലിയത്മഇന്ന ഖൽബി, എല്ലാവരുടെയും മനസ്സമാധാനത്തിന് അത്, ആ അറിവ് ഉപകരിക്കുകയുള്ളൂ, അത് പുണ്യമായി മാറുകയുള്ളൂ.
വിദ്യാഭ്യാസം പുണ്യമാണ്. മൻ സലക തരീഖൻ യൽതമിസു ബിഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖു ഇലൽ ജന്ന ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും അറിവ് തേടി പുറപ്പെട്ടാൽ ആ യാത്രയിൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള അവൻ്റെ വഴി എളുപ്പമാക്കി കൊടുക്കും. സാധാരണഗതിയിൽ യാത്രയുണ്ട് പഠിക്കാൻ, എന്നാൽ അറിവ് തേടി പുറപ്പെടുക എന്നതൊരു പ്രയോഗമാണ്. എവിടെയും പോവാതെ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഒരുപാട് അറിവുകൾ അന്വേഷിക്കാനും കണ്ടെത്താനും പഠിക്കാനും സാധിക്കും. ഇന്നത്തെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ അതിലേർപ്പെടുക, ഉത്സാഹപൂർവ്വം അതിൽ അധ്വാനിക്കുക, മെനക്കെടുക എന്നതാണ്. അവിടെ തന്നെ പണ്ഡിതന്മാർ വിവരിച്ചത് കാണാം. ഇൽമൻ, അറിവ് തേടിപ്പോവുക എന്നാണ് പ്രവാചകർ പറഞ്ഞത്, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവാൻ. ഏതാണ് അറിവ് എന്ന് പറഞ്ഞിട്ടില്ല. ഖുർആനും ഹദീസും മാത്രമല്ല, ചരിത്രവും സംസ്കാരവും സ്വഭാവവും ശാസ്ത്രവും എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത് പുണ്യമാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. വിദ്യാഭ്യാസത്തിന്റെ യാത്രയും അധ്വാനവും എന്ന് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇബാദത്താണ്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ച് അങ്ങനെ നിസ്കരിക്കുക. നിസ്കാരം ശരിയാവാതെ സ്വർഗമുണ്ടോ? അതിനേക്കാൾ വലിയ ഇബാദത്തുണ്ടോ? അപ്പോൾ അത് പഠിച്ചെങ്കിലേ സാധ്യമാവുള്ളൂ. ഖുദു അന്നി മനാസിക്കക്കും, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമാക്കിയിട്ടുള്ള ഹജ്ജ് കർമ്മം, അതുപോലും ഞാൻ എങ്ങനെ ചെയ്തോ അതുപോലെ നിങ്ങൾ അനുഷ്ഠിക്കുക. അതെങ്ങനെ കാണാൻ പറ്റും? എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പഠിച്ചെടുക്കണം. വായനയും അന്വേഷണവും, എഴുത്തും വായനയും പഠനവും, അറിവുള്ളവരോട് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ആ യാത്രയാണ് ജീവിത മഹായാത്രയിലെ ഏറ്റവും പുണ്യമുള്ള കാര്യം. പഠിക്കാൻ വേണ്ടിയുള്ള മെനക്കെടുക. ജുമാ ദിവസത്തിൽ നമ്മൾ സൂറത്തുൽ കൗഫ് ഓതുന്നത് പുണ്യമാണ്. ജുമാ നമസ്കാരത്തിന് മുമ്പും ഓതാം, അതിന് ശേഷവും ഓതാം, ഏറിപ്പോവുകയില്ല. അതിൽ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വളരെ സാഹസികമായ ദുർഘടമായ ഒരു യാത്രയാണ്. സൂറത്തുൽ കൗഫിന്റെ അവസാനത്തിൽ പറയുന്നത്, ഗുരുനാഥൻ തേടിപ്പോവുകയാണ്. ഹൽ അത്തബീക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ, അള്ളാഹു താങ്കൾക്ക് നൽകിയിട്ടുള്ള വിവേകത്തിന്റെ വിജ്ഞാനത്തിന്റെ വിഹിതത്തിൽ നിന്നൊരു ലേശം എനിക്ക് കിട്ടാൻ വേണ്ടി, എനിക്ക് പറഞ്ഞു തരാൻ, പഠിപ്പിച്ചു തരാൻ ഞാൻ താങ്കളോടൊപ്പം കൂടട്ടെയോ? വിനയപൂർവ്വമുള്ള വിദ്യാർത്ഥിയുടെ അന്വേഷണമാണ്, അപേക്ഷയാണ്, അഡ്മിഷൻ. അള്ളാഹു അറിവ് നൽകിയ മഹാനായ ഗുരുനാഥൻ, അദ്ദേഹത്തിന്റെ പേരിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട്. സൂറത്തുൽ കൗഫിൽ പറയുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം മറ്റ് നിബന്ധനകളൊന്നും പറഞ്ഞില്ല, പക്ഷേ നിനക്ക് ക്ഷമയുണ്ടാവുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ക്ഷമ ഉണ്ടെങ്കിലേ അറിവ് നേടാൻ സാധിക്കുള്ളൂ. ഇപ്പോഴെല്ലാം കുറുക്കു വഴികൾ അന്വേഷിക്കുന്ന സൂത്രങ്ങളാണ്. ആ സൂത്രക്കാരിൽ ഏറ്റവും മുന്നിലാണ് നമ്മളെല്ലാവരും. അങ്ങനെയല്ല. അറിവ് നേടാൻ വേണ്ടി, ശരിയായ അറിവ് കണ്ടെത്താനും സ്വന്തമാക്കാനും വേണ്ടി എത്ര ക്ഷമിക്കുകയും എത്ര പ്രയത്നിക്കുകയും ചെയ്യുന്നുവോ അതെല്ലാം, ആ നേരമെല്ലാം നീ സ്വർഗത്തിലേക്കുള്ള യാത്ര, നീ ചെയ്യുന്നത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. സഹലല്ലാഹു തരീഖഹു ഇലൽ ജന്ന. പ്രമോഷനും ക്ലാസ് കയറ്റവും മാർക്കും മോഡറേഷനും അതൊന്നുമല്ല വിഷയം. അതിനു വേണ്ടിയുള്ള സമരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. പക്ഷെ ജീവിതം എന്ന മഹായാത്രയിൽ എപ്പോഴും ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് സത്യവിശ്വാസി കഴിഞ്ഞുകൂടേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസവും ഉണരുമ്പോൾ ഓരോ പുതിയ ജീവിതമാണ്. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ, മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിന്റെ സ്തുതി. ഓരോ ഉറക്കമുണരുമ്പോഴും പുതിയ ജീവിതമാണ്. ആ ജീവിതം ആരംഭിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, പടച്ചവനെ ഉപകാരമുള്ള അറിവ് ഞാൻ നിന്നോട് തേടുന്നു. ഇന്നലെയും അതിനു മുമ്പും പഠിച്ചു വെച്ചത് കൊണ്ട് മതിയാക്കുകയല്ല, എന്നും പുതിയ അറിവുകൾ അന്വേഷിക്കുന്നതാണ് സത്യവിശ്വാസിയുടെ ജീവിതം. കുട്ടികൾ, മുതിർന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ഗുരുനാഥന്മാർ എല്ലാവരും കാര്യത്തിൽ ബോധവാന്മാരാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യത്വത്തിന്റെ ഉന്നത ഗുണമായ സവിശേഷതയായ അറിവ്, വഅല്ലമൽ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന് പറഞ്ഞ അറിവ് സ്വന്തമാക്കുന്ന, അത് നന്മയായി ഉപയോഗിക്കുന്ന, അത് ജീവിതത്തിൽ പകർത്തുന്ന, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന, ഏറ്റവും പുണ്യം ചെയ്യുന്നവരായി നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسوله الأمين والعاقبة للمتقين عباد الله أوصيكم ثانيا وإياي بتقوى الله. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ധർമ്മനിഷ്ഠയുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന നന്മയുള്ള യഥാർത്ഥ മുത്തക്കികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ കൂട്ടുജീവിതത്തിൽ സാമൂഹ്യ ജീവിയായി കൂട്ടത്തിലൊരാളായി കഴിയേണ്ടവനാണ്. വിദ്യാർത്ഥി ജീവിതത്തിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ കലാലയ ലോകത്തുള്ള എല്ലാവരോടുമായി ഉണർത്തുന്നൊരു വചനമാണ് അർറജുലു അലാ ദീനി ഖലീലിഹി. മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ സംസ്കാരത്തിലും നിലപാടിലുമായിരിക്കും എപ്പോഴും. അതുകൊണ്ട് ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലി. ആരെയാണ് കൂട്ടുകൂട്ടുന്നത്, ആരാണ് എൻ്റെ ചങ്ങാതി, ആരാണ് എൻ്റെ സഹപാഠി, ആരോടൊപ്പമാണ് ഞാൻ ഉണ്ടാവേണ്ടത്, ആരാണ് എൻ്റെ കൂടെ ഉണ്ടാവേണ്ടത് എന്ന് ഓരോരുത്തരും ആലോചിച്ചു തീരുമാനിക്കട്ടെ. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. മറ്റൊരു വചനത്തിൽ, ആരെങ്കിലും ഒരു ജനതയോട്, ഒരു കൂട്ടരോട് സാദൃശ്യം കാണിക്കാൻ തുടങ്ങിയാൽ അവൻ അവരിൽ പെട്ടു. കണ്ടതെല്ലാം കണ്ണും ചിമ്പി തുടരുക, പിൻപറ്റുകയല്ല. മറിച്ച് എനിക്ക് ബുദ്ധിയുണ്ട്, തൻ്റെ ഇടമുണ്ട്, അവൻ്റെ ബുദ്ധി കൊണ്ടല്ല ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും വേർതിരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും തീരുമാനിക്കാനുമുള്ള കഴിവുണ്ട്, തൻ്റെ ഇടമുണ്ട്, അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യത്തിലും ഓരോ നേരത്തിലും സൂക്ഷ്മമായ നിലപാടോടുകൂടി, തിരിച്ചറിവോടുകൂടിയായിരിക്കണം വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, മുതിർന്നവർ എല്ലാവരും അവരുടെ ജീവിതത്തിൻ്റെ അനർഘമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി കിട്ടിയ ഓരോ നിമിഷങ്ങളെയും ചെലവഴിക്കേണ്ടത്. മറ്റൊരു വചനത്തിൽ പ്രസിദ്ധമാണ്, നമ്മളെല്ലാവരും കേട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനം, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. ഇടയൻ എന്നാണ് റായിയുടെ അർത്ഥം. ആട്ടിൻ പറ്റത്തെ മേച്ചു കൊണ്ടുപോകുന്ന ഇടയൻ, അവൻ ഓരോ ആടിൻ്റെയും ഉത്തരവാദിയാണ്. അതിനെന്ത് നഷ്ടം വന്നാലും, പരിക്ക് പറ്റിയാലും, ചെന്നായ പിടിച്ചാലും എല്ലാം ഉത്തരവാദി. അത് പട്ടിണിയായാലും തീറ്റ കിട്ടാതിരുന്നാലും ഒക്കെ ഉത്തരവാദി ഇടയനാണ്. ഇതുപോലെ നിങ്ങൾ ഇടയന്മാരാണ്. കുടുംബത്തിലുള്ളവർ, മക്കളും കുടുംബത്തിലുള്ള എല്ലാവരും, അതുപോലെ അയൽപക്ക ബന്ധങ്ങളിൽ, ജീവിതത്തിൽ, സമൂഹത്തിൽ, നാട്ടിൽ എവിടെയും നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ് എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിങ്ങൾ നല്ലവരിൽ നല്ലവരായി ഉത്തമ സമൂഹം എന്ന് നിങ്ങളെ വിശേഷിപ്പിച്ചത് ഉഖ്രിജത ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നവരാണ് എന്നതുകൊണ്ടാണ്. ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലാണ്. അത് സ്വകാര്യവും സ്വാർത്ഥവുമായ രീതിയിൽ ജീവിതത്തെ ചുരുക്കി നശിപ്പിച്ചു കളയരുത്. നന്മകൾ നിറച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തുന്ന ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റാൻ സാധിക്കണം. അതിൽ ഏറ്റവും പ്രധാനമാണ് വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ഓരോ ദിവസത്തെയും അവരുടെ മാറ്റങ്ങൾ, അവരുടെ നേട്ടങ്ങൾ എത്രത്തോളമാണ് എന്ന് നമ്മൾ വിലയിരുത്തണം. മാർക്കുകൾ മാത്രമല്ല, അവരുടെ ജീവിതവും സ്വഭാവവും സംസ്കാരവും അവരുടെ നടപടിക്രമങ്ങളും കൂട്ടുകെട്ടും എല്ലാം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. അത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അല്ലാതിരുന്നാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ഉദുറ് പറയാനില്ലാത്ത, കാരണങ്ങൾ ബോധിപ്പിക്കാനില്ലാത്ത ഒരു മക്കളെ, ഞാനെങ്ങാനും യതീംഖാനയിലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെടുമായിരുന്നു എന്ന് ഉമ്മയും വാപ്പയും രക്ഷിതാക്കളുമുള്ള നമ്മുടെ മക്കൾ ഖേദം പ്രകടിപ്പിക്കാൻ ഇടയാവരുത്. അതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ, വളർച്ചയിൽ, എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ മുന്നിൽ സന്തോഷത്തോടെ, അഭിമാനത്തോടെ, തൻ്റെ ഇടത്തോടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു എന്ന മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വളർന്നു വരുന്ന നമ്മുടെ തലമുറ, പുതിയ മക്കൾ, അവർക്ക് നന്മയുടെ നേതൃത്വം നൽകാൻ പറ്റിയ അറിവും തൻ്റെ ഇടവും വ്യക്തിത്വവും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും റഹ്മാനായ തമ്പുരാൻ അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗ്ഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أدم على دولة الإمارات الاستقرار والأمان وأم العالم برحمته والسلام يا رب العالمين. اللهم وفق رئيس الدولة وحكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم شيوخ الإمارات والقادة المؤسسين وأدخلهم بفضلك فسيح جناتك يا رب العالمين، واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
عباد الله اذكروا الله العظيم يذكركم واشكروه على نعمه يزدكم وأقم الصلاة.